അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ദൈവജനനിയാം നാഥേ, എരിതിയിൽ നീറാത്ത മുൾപ്പടർപ്പേ, ദൈവജനനിയാം നാഥേ, എരിതിയിൽ നീറാത്ത മുൾപ്പടർപ്പേ, കാവലായി തീരണേ എന്നാത്മാവിൻ കന്മഷമെല്ലാം കഴുകിടണേ, കാവലായി തീരണേ എന്നാത്മാവിൻ കന്മഷമെല്ലാം കഴുകിടണേ. ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹസാമീപ്യമായി വിളിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, കാർമൽ ഗീതങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ അമ്മ, ത്രിലോകരാജ്ഞിയായി മേവുന്നവൾ, ദൈവജനനിയായ നാഥ അമ്മയെ വിശേഷിപ്പിക്കുന്നത് എരുതിയിൽ നീറാത്ത മുൾപ്പടർപ്പ്. ജീവിതത്തിൽ അമ്മ എരുതിയിൽ നീറാത്ത മുൾപ്പടർപ്പെന്ന് പറയുമ്പോൾ അവൾ അമ്മയായി, എന്നാൽ അവളുടെ കന്യാത്വത്തിന് ഒരിക്കലും മാറ്റമുണ്ടായില്ല. അവൾ കന്യകയാണ്, ഒപ്പം പരിശുദ്ധ നാഥ അമ്മയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും പരിപൂർണതയിൽ നിറവാർന്ന യേശുവിലേക്ക് ഈ നല്ല അമ്മ കരം പിടിക്കും. ജീവിത ചുറ്റുപാടുകൾ എരുതിയായിക്കൊള്ളട്ടെ, അവിടെ ഉജ്ജ്വലിച്ച് നിൽക്കുവാൻ, പ്രതികൂലതയിൽ തളരാതെ നിൽക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കും. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഇതാ കാർമല ഗീതങ്ങൾ നമുക്കായി ഒരുക്കപ്പെടുന്നു. അമലമനോഹരിയായ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം, അമ്മയെ സ്നേഹിക്കാം, അമ്മയെ വണങ്ങാം.
തുടിക്കുന്നിന്നുള്ളം അരികിൽ നീ വരണമേ. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം മധ്യസ്ഥത്തിൻ പൂമഴയേകി. യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം മധ്യസ്ഥത്തിൻ പൂമഴയേകി. അമല മനോഹരി അമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം അരികിൽ നീ വരണമേ. ശോകാത്രശൂന്യം ഹൃദയം, സ്നേഹത്തിൻ വീഞ്ഞില്ലതെല്ലും. ശോകാത്രശൂന്യം ഹൃദയം, സ്നേഹത്തിൻ വീഞ്ഞില്ലതെല്ലും. യേശുവിനമ്മേ, നീ വരൂ വേഗം, സ്നേഹത്തിൻ്റെ പൂന്തണലേകാം.
തുടിക്കുന്നിന്നുള്ളം തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം അരികിൽ നീ വരണമേ അമല മനോഹരിയമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം അരികിൽ നീ വരണമേ കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം യേശുവിൻ മുമ്പിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥ്യത്തിൻ പൂമഴയേകി യേശുവിൻ മുമ്പിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥ്യത്തിൻ പൂമഴയേകി. കാനായിലെ കല്യാണ വിരുന്നിൽ തൻ്റെ തിരുപുത്രനോട് മാധ്യസ്ഥം തേടിയ പരിശുദ്ധ അമ്മ ഒരുപാട് വചനവേദികളിൽ പ്രഘോഷിക്കപ്പെട്ട വചനഭാഗമാണിത്. രേഷ്മ ഈ ഗാനം, പ്രത്യേകിച്ച് കുടുംബിനിയായ രേഷ്മ ഈ ഗാനം തിരഞ്ഞെടുത്തു. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലെ കുറവുകൾ നികത്തുവാൻ പരിശുദ്ധ അമ്മ പ്രാപ്തയാണ് എന്നുള്ള ബോധ്യം അല്ലേ? അതല്ലേ? അതായിരുന്നു. എന്താണ് കുടുംബജീവിതത്തിലെ ഉള്ളറകളിൽ ഒരു കുടുംബിനി എന്ന നിലയിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം രേഷ്മയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്? കുഞ്ഞുനാൾ മുതലേ എനിക്ക് പരിശുദ്ധ അമ്മേനോട് പ്രത്യേക അടുപ്പമുണ്ട്. ഒരു ദിവസം 4 കൊന്ത വെച്ചിട്ട് ഞാൻ എത്തിക്കാറുണ്ട്. 4 കൊന്ത? അതെ. അത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിലായിരിക്കുമ്പോഴാണെങ്കിലും യാത്രയിലാണെങ്കിലും 4 കൊന്ത വീതം എത്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ വേദികളിൽ പാടാനൊന്നും എനിക്ക് അത്ര ശക്തി എനിക്ക് കിട്ടാറില്ല. പക്ഷേ പരിശുദ്ധ അമ്മേനോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് വളരെ ശക്തി എനിക്ക് കിട്ടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ബോധ്യപ്പെടാറുണ്ട്. രേഷ്മ തീർച്ചയായും അഭിനന്ദനീയമാണ് ഇക്കാര്യം. കാരണം അനേക കുടുംബിനികൾ, നമുക്കറിയാം കാലഘട്ടം തിരക്കിൻ്റെ കാലഘട്ടമാണ്. ഒരുപാട് തിരക്കാണ് മനുഷ്യർക്ക്. പലപ്പോഴും പല സഹോദരിമാരും പറയാറുണ്ട്, എന്ത് പറയാനാ, ഭയങ്കര തിരക്കാ, നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ജപമാല പോലും ഒരു വലിയ ഭാരം പോലെ തോന്നാറുണ്ട്. മനഃപൂർവ്വമല്ല, ജീവിതത്തിന് തിരക്കുകളാണ്. അങ്ങനെയുള്ള അനേകം കുടുംബിനിമാർക്ക് തീർച്ചയായും ഒരു നല്ല സന്ദേശവും നല്ലൊരു മാതൃക കൂടിയാണെന്ന് ഞാൻ സഹോദരിയെ വിശേഷിപ്പിക്കുകയാണ്. കാരണം ജപമാല ഒരു കുടുംബിനി, നമുക്കറിയാം നസ്രത്തിലെ ഭവനത്തിലെ ഏറ്റവും നല്ല മാതൃകയായി നിൽക്കുന്ന കുടുംബിനി പരിശുദ്ധ മറിയം. ആ അമ്മ തീർച്ചയായും സാധാരണ കുടുംബിനിയുടെ ജീവിതത്തിലെ ഒരുപാട് ഉള്ളറകൾ വ്യക്തമായും സ്പഷ്ടമായും സ്നിഗ്ധമായും കാണുന്ന അമ്മ. ആ അമ്മയെ പ്രത്യേകിച്ച് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി, അതും 4 ജപമാല, സമ്പൂർണ്ണ ജപമാലയൊക്കെ അർപ്പിക്കും എന്ന് പറയുമ്പോൾ ഒരുപാട് ആദരവ് തോന്നുകയാണ്. ഇത് കേൾക്കുന്ന അനേക കുടുംബിനികൾക്ക്, തിരക്കുകളാണെന്നൊക്കെ പറയുന്നവർക്ക് ഒരു തിരിച്ചറിവാണിത്. ജപമാല ചൊല്ലുവാൻ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, നല്ല കുടുംബിനിയായി വർത്തിക്കുവാനൊക്കെയുള്ള വലിയ പ്രചോദനം പരിശുദ്ധ അമ്മ നൽകും എന്ന് എനിക്ക് ഈ ഒരു സാക്ഷ്യത്തിലൂടെ അനുഭവമാണ്. മാത്രമല്ല അതിനുള്ളിൽ നിന്നുകൊണ്ട്, മക്കളുണ്ടോ? 2 പേരുണ്ട്. 2 പേര് മക്കള്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബിസിനസ്സാണ്. ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു ഭാഗമായും പിന്നെ മക്കളെ വളർത്തുന്നതിനൊക്കെ ഇടയിൽ പാട്ട് പാടുമ്പോൾ തൻ്റെ കഴിവുകൾ, പലരും പറയാറുണ്ട്, ഒരുപാട് കഴിവുകളുള്ളവരൊക്കെ ജീവിതത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പഴയതുപോലെ ഒന്നും പാടാനൊന്നും പറ്റാറില്ല, കുടുംബമായില്ലേ, കുട്ടികളായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു തീർച്ചയായും ഒരു അറിവ് തന്നെയാണിത്.
എന്തുമാത്രം തിരക്കാണെങ്കിലും, എന്തുമാത്രം തിരക്കുകളുണ്ടെങ്കിലും അതിനൊക്കെ ഇടയിൽ ദൈവോന്മുഖമായ ഒരു ജീവിതം കണ്ടെത്തുവാനും പ്രാർത്ഥനാപരമായി മുന്നേറുവാനും ഒരു കുടുംബിനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും രേഷ്മ, നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും രേഷ്മ പാടണം. ഇനിയും അനേക ഗീതങ്ങൾ പാടുവാൻ, കൊയറിലൊക്കെ പാടുന്നത് വഴി ദിവ്യബലി അർപ്പണത്തിൽ ജീവിതം സംഗീതമായി അർച്ചന ചെയ്യുവാൻ രേഷ്മയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ചപ്പോൾ നീ എന്നെയും പഠിപ്പിക്കണേ. നിൻ സുതനീശോയെ പഠിപ്പിച്ചപ്പോൾ നീ എന്നെയും പഠിപ്പിക്കണേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി. വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ നടത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ചപ്പോൾ നീ എന്നെയും പഠിപ്പിക്കണേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ.
പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോൽ നീ എന്നെയും പഠിപ്പിക്കണേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി. വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ നടത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. സ്നേഹഹൃദയങ്ങളെ, ഒരു അധ്യയന വർഷം കൂടി നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ജീവിത ബാന്ധാവിലേക്ക് വിദ്യ അഭ്യസനത്തിന് വേണ്ടി നീങ്ങുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയം അവർക്ക് പാഠശാലയാകട്ടെ. വിശ്വപ്രസിദ്ധമായ സ്നേഹ സന്ദേശമാണല്ലോ വിശുദ്ധ ജോൺ പോൾ പാപ്പ വിരചിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപ്പസ്തോലിക ലേഖനത്തിലെ മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് യേശുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുക എന്ന ചിന്ത. സ്നേഹമുള്ളവരെ, സർവ സുഹൃതങ്ങളുടെയും വിളനിലമാണ് പരിശുദ്ധ മറിയം. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ മാതാവിനറിയാം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. അതെ, വിശുദ്ധ എബ്രായർ പറയുന്നു, യേശുവിനെ അറിയുവാൻ പരിശുദ്ധ മറിയത്തെ അറിയണം. വിശുദ്ധ ആൻസലമിനോട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി 30 വർഷം എൻ്റെ അമ്മയുടെ പാഠശാലയിൽ ഞാൻ പഠിച്ചു. അങ്ങനെയെങ്കിൽ ആ നല്ല ഈശോ നമുക്ക് സമ്മാനമായി നൽകിയ അമ്മ, ആ അമ്മയെ നന്മ നിറഞ്ഞ സുഹൃത വഴിയിലേക്ക് നമ്മളെ നയിക്കുവാൻ അമ്മയെ കൂട്ടുപിടിക്കാം. അമ്മേ, ജ്ഞാനത്തിലും പ്രായത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വിവേകത്തിലും ഒക്കെ അമ്മ എന്നെ വളർത്തുക, അമ്മ എന്നെ നയിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ അരികിൽ നമുക്ക് ഓടി അണയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നു. നാഥ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. പാഠശാലകളിലേക്ക് അവർ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ ചിന്തയും ഭാവനയും ബുദ്ധിയും അറിവും ഒക്കെ അങ്ങയുടെ പരിശുദ്ധാത്മ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ നല്ല അധ്യാപികയായ പരിശുദ്ധ അമ്മേ, സ്നേഹമാതാവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ വിനയത്തിലും
വിശുദ്ധിയിലും വിവേകത്തിലും വിശ്വസ്തതയിലും ഒക്കെ അമ്മ വളർത്തണമേ. അമ്മ കരം പിടിക്കണമേ. അമ്മയെ എന്നും ഞങ്ങളുടെ സ്നേഹമയിയായ മാതാവായി ഞങ്ങൾ കൂട്ടുപിടിക്കുന്നു. അമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മയുടെ സ്നേഹമാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ആമേൻ.